സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ചെന്നെത്തുന്നതേയുള്ളൂ. തൃശൂർ പക്ഷേ കാര്യങ്ങൾ ഉഷാറാണ്. പ്രഖ്യാപനത്തിനും പ്രചാരണത്തിനും ഒക്കെ മുൻപേ കളം തെളിഞ്ഞിരിക്കുന്നു. ടി.എൻ. പ്രതാപനും സുരേഷ് ഗോപിയും വി.എസ്. സുനിൽകുമാറും കളത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് ഗോപിയുടെ പേരെടുത്തു പറഞ്ഞത് വോട്ടർമാർക്കും പ്രവർത്തകർക്കുമുള്ള തുറന്ന സന്ദേശമായി. ഇടതിടത്ത് ഒരു കാലത്തുമില്ലാത്ത വിധം സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെ ഉയർത്തിക്കാട്ടിയുള്ള സാമൂഹ്യ മാധ്യമ പ്രചാരണം, ടി.എൻ. പ്രതാപന് വേണ്ടി പോസ്റ്ററുകൾ, കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് തൃശൂരിൽ മത്സരമെന്ന് ടി.എൻ. പ്രതാപൻ. തൃശൂരിൽ കളം തെളിഞ്ഞു. ശക്തന്റെ മണ്ണിൽ ശക്തൻ ആരാണ്? സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. എല്ലാ കണ്ണുകളും തൃശൂരിലേക്കോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്കായി മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ: ബി.ജെ.പിയിൽ നിന്ന് അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ വി.ആർ. അനൂപ്. വിശദമായ ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക് ശ്രീ റെജി ലൂക്കോസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തെത്താനായി എന്നത് ശരിയാണ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം അതിനുവേണ്ടി പരമാവധി തെളിഞ്ഞു നിൽക്കുന്നുമുണ്ട്. പക്ഷേ ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ, സ്ഥാനാർത്ഥി ചർച്ചകൾ, ഇതൊക്കെ ആകേണ്ടതുണ്ട്. അതിനൊക്കെ ആദ്യം വേണ്ടത് ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ തൃശ്ശൂർ നമുക്കറിയാം, തൃശ്ശൂർ വലിയ രാഷ്ട്രീയ പോരിനൊരുങ്ങുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു. ആ വേദിയിൽ സുരേഷ് ഗോപി അനുഗ്രഹിക്കാനാണ് അദ്ദേഹം എത്തുന്നത് എന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. അതൊക്കെ അതിന് പ്രേരണയാകുന്ന ഘടകങ്ങളാണ്. എന്നാലും ഇത്തവണത്തെ ഒരു താരമണ്ഡലം തൃശ്ശൂരായിരിക്കുമോ? തീർച്ചയായിട്ടും ഒരു താരമണ്ഡലം തന്നെയായിരിക്കും തൃശ്ശൂർ. ആ താരം ആരാണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും തൃശ്ശൂരിലെ മതേതര തൃശ്ശൂർ നിവാസികൾ ഏതാണ്ട് ഉറപ്പിച്ചതുമായിട്ടുള്ള താരമെന്ന് പറയുന്നത് LDF സ്ഥാനാർത്ഥിയായിരിക്കും. സ്വാഭാവികമായിട്ടും അത് CPIയുടെ സ്ഥാനാർത്ഥി തന്നെ വരാനുള്ള സാധ്യതയാണ്. മതേതര കേരളത്തിൻ്റെ ഒരു പ്രതിച്ഛായയായ ഒരു പ്രതിബിംബമായ തൃശ്ശൂർ പൂരമൊക്കെ അരങ്ങേറുന്നതോട് നമുക്കറിയാം. തൃശ്ശൂർ പൂരം കേരളത്തിൻ്റെ തന്നെ ഒരു ഏറ്റവും വലിയ രാജ്യാന്തര തലത്തിൽ പ്രശസ്തമായൊരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായ രീതിയിൽ വലിയ രീതിയിൽ ജനങ്ങൾ ഒത്തുകൂടുന്ന തൃശ്ശൂർ പൂരം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവിടെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു താരമൂല്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ മാധു ആദ്യം സൂചിപ്പിച്ചതിനകത്തൊരു ചെറിയ തെറ്റുണ്ട്. അതായത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനത്ത് വന്ന് അദ്ദേഹം ഒരു ഓപ്പൺ വാഹനത്തിൽ അദ്ദേഹം സഞ്ചരിച്ച് സ്റ്റേജിലേക്ക് കയറിയതിന് ശേഷം പലരുടെയും പേര് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിലും അവിടെ അനൗൺസ് ചെയ്തെങ്കിലും സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞതായിട്ട് ഞങ്ങളുടെ ആരുടെയും ഓർമ്മയില്ല. അവിടെ സുരേഷ് ഗോപിന് അദ്ദേഹം കാര്യമായ രീതിയിലുള്ള പരിഗണന നൽകിയിട്ടില്ല. തന്നെയുമല്ല മണിപ്പൂർ നരേന്ദ്രമോദി പറഞ്ഞ കാര്യമല്ല. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആ വേദിയിൽ വെച്ച് നടത്തിയൊരു പരാമർശം സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളെ അനുഗ്രഹിക്കാനാണ് നരേന്ദ്രമോദി എത്തിയത് എന്നാണ്. അതൊരു തുറന്ന സന്ദേശമാണല്ലോ. ആ അനുഗ്രഹം അവിടെ ഉണ്ടായില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഏകദേശം കേട്ടിട്ടും അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, സുരേഷ് ഗോപി അനുഗ്രഹിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പേര് പോലും പറഞ്ഞില്ല. അവിടെ നിന്ന് പലരുടെയും പേരും അവിടെ പറഞ്ഞിരുന്നു. അപ്പം നരേന്ദ്രമോദിക്ക് പറയാം കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അസാധ്യമാണെന്നുള്ളവർ. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിരിച്ചോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരു മതേതര കാഴ്ചപ്പാടിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ശങ്കൊലികൾ മുഴുകുന്ന തൃശ്ശൂരിനെ സംബന്ധിച്ചോളം അവിടെ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. ഒരു സംശയമില്ല കാര്യത്തിൽ. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനോടുള്ള അവഗണന, ഒരു ചിറ്റമതയം, സാമ്പത്തിക കാര്യത്തിൽ ഞെരുക്കൽ, കേരളത്തിലെ ജനങ്ങളെ മൂന്നാംകട അല്ലെങ്കിൽ മൂന്നാം തരം ജനങ്ങളെ ഒരു ജനതയായി കാണുന്നത് ഇന്നിപ്പം നീതി ആയോഗിൻ്റെ ഉന്നത തലത്തിൽ നിൽക്കുന്ന ചെയർമാൻ പറഞ്ഞ രഹസ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണം പുറത്തു വന്നില്ലേ? പ്രധാനമന്ത്രി അതിൻ്റെ വിഹിതത്തെക്കുറിച്ച്, GSTയുടെ വിഹിതത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞ് സംസാരിച്ചിട്ടേ ഉള്ളൂ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് നടക്കത്തുള്ളൂ. തൃശ്ശൂർ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് അത് സുനിൽകുമാർ ആകാനാണ് സാധ്യത കൂടുതലെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഒരിക്കലും പാർട്ടിയോ അല്ലെങ്കിൽ LDF ചർച്ച ചെയ്തിട്ടില്ല. അത് CPI തീരുമാനിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും അവിടെ വലിയ രീതിയിലുള്ളൊരു മാർജിനിൽ ഇത്തവണ ഇടതുപക്ഷം ആ സീറ്റ് തിരിച്ചു പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രണ്ടാമത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇവിടെ ടി.എൻ. പ്രതാപനെ പോലെയുള്ള ഒരു വ്യക്തി പറഞ്ഞ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കുറേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താൻ 4.25 വർഷവും നിശബ്ദ ജീവിയായിട്ട് ലോക്സഭയിൽ കഴിഞ്ഞുകൂടുകയും മണ്ഡലത്തിൽ വന്ന് യാതൊന്നും ചെയ്യാതെ കണ്ട് കേരളത്തിൻ്റെ വികസനത്തിനെതിരായിട്ടുള്ള K4 ആണെങ്കിലും KRAയിലാണെങ്കിലും അതിനെല്ലാം പാര വെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക മന്ത്രാലയങ്ങളിൽ പോയി ഒരു ഔദ്യോഗിക പരിവേഷമുള്ളൊരു MPയും കൂട്ടരും പോയി ഇതിനെല്ലാം തടസ്സം നിൽക്കാനായിട്ട് ഹർജി നൽകിയതിൽ ഈ ടി.എൻ. പ്രതാപനുമുണ്ട്. തൃശ്ശൂർക്കാർ ആഗ്രഹിക്കുന്നൊരു വികസനമാണ്. അത് റെയിൽവേ ഗതാഗതത്തിൻ്റെ കാര്യത്തിലായാലും
കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലായാലും ഒക്കെ പല രീതിയിലുള്ള വികസനങ്ങൾ ഇതിനെല്ലാം ഒരു എതിര് നിന്ന ഒരു MP 5 വർഷക്കാലം അദ്ദേഹം കാര്യമായിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴത്തേക്കും. എന്നിരുന്നാലും നമുക്ക് അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ കേൾക്കാമോ? ആ ശബ്ദം കുറവാണ്, എന്നാലും കേൾക്കാം, പറയും. ശരി. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നരേന്ദ്രമോദിക്ക് പോലും അറിയാം കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നത് അസാധ്യമാണ് എന്നാണ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു വെച്ചത്. വലിയ പ്രാമുഖ്യം നൽകുന്നുണ്ട് BJP തൃശൂർ മണ്ഡലത്തിന്, എല്ലാ മണ്ഡലങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്നുണ്ട് എന്ന് രാഷ്ട്രീയമായി നിങ്ങൾക്ക് അവകാശപ്പെടുകയും ചെയ്യാം. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് തൃശ്ശൂരിലേക്ക് ഇത്രയധികം കേന്ദ്രീകരണം, എന്തുകൊണ്ടാണ് തൃശ്ശൂർ ഒഴുകി കഴിഞ്ഞുവോ എന്നൊരു ചർച്ച? എല്ലാ മണ്ഡലങ്ങളും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട 6 മണ്ഡലങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു കേരളത്തിൽ. ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സംഘടനാപരമായിട്ട് നല്ല ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള വികസനവും കേരളത്തിലുണ്ടായിട്ടുള്ള ജനങ്ങളിൽ ഉള്ള ഒരു അഭിമാനവും മോദിജിയോടുള്ള ജനങ്ങളുടെ താല്പര്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ ഏതാണ്ട് 6 നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ 135 മണ്ഡലങ്ങൾ വെരി ക്ലോസ് ടു വിൻ എന്ന രീതിയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയതോ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതോ 2ാം സ്ഥാനത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതോ ആയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ആ 135 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 135 മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ മണ്ഡലത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രം നമ്മൾ പരിശോധിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയും ഇടതുപക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഞങ്ങൾ വെരി ക്ലോസ് ടു സെക്കൻഡ് പൊസിഷൻ. എന്നാൽ അതേ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാനായിട്ട് അദ്ദേഹം അവിടെ എത്തിയത് 10 ദിവസം മുമ്പാണ്. അതിനു മുമ്പ് 2 സ്ഥാനാർത്ഥികളുടെ പേര് വന്നു. ഒരാൾ രംഗത്തിറങ്ങി പ്രവർത്തനം തുടങ്ങി. അതിനെല്ലാം ശേഷമാണ് വളരെ പെട്ടെന്ന് അന്തരീക്ഷം മാറുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോൾ അവിടെ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാം തുഷാർ വെള്ളാപ്പള്ളി, അദ്ദേഹം നേരെ വയനാട്ടിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്നു. അതിനുശേഷം ഒരു ഷോർട്ട് സ്പാൻ ഓഫ് പീരീഡിലാണ് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് വരുന്നത്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം തൃശ്ശൂരിലുണ്ടായിട്ടുള്ള ഒരു ട്രമൻഡസ് ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് ഞങ്ങളെ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റമാണ് വാസ്തവത്തിൽ തൃശ്ശൂരിലുണ്ടായത്. അതിന് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവമാണ്. മറ്റാരേക്കാൾ ഇന്ന് കേരളത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ വ്യക്തിപ്രഭാവമുള്ള, നന്മയോട് വളരെ അടുത്ത് നിൽക്കുന്ന, കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനപ്പുറത്ത് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച് അവിടുന്ന് കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിൽ ഒരു വിഹിതം സാധാരണ ജനങ്ങളുടെ ജീവന് വേണ്ടി സമർപ്പിക്കുന്ന, സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന, വിഷമം കാണുമ്പോൾ ആ വിഷമമുള്ള സ്ഥലത്ത് പോവുക, സങ്കടമുള്ളപ്പോൾ സങ്കടമുള്ള സ്ഥലത്ത് പോവുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനത്തെ നന്മയുടെ ഒരു പ്രതീകമായി സുരേഷ് ഗോപി മാറി. അത് തൃശ്ശൂരിൽ അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശ്രദ്ധ കേന്ദ്രീകരിച്ചു വന്നു. അതിനിടെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ എന്തായാലും തൃശ്ശൂരിൽ മത്സരിച്ചു, അതുകൊണ്ട് ഈ മത്സരിച്ച് തോറ്റുപോയ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഞാൻ എന്തായാലും പിൻവാങ്ങുന്നില്ല. ഒരുപക്ഷെ കേരളത്തിൽ അപൂർവമായി സംഭവിക്കുന്നതാണ് തൃശ്ശൂരിൽ സംഭവിച്ചത്. പല ആളുകളും മത്സരിക്കും, ഞാനടക്കം മത്സരിച്ചിരുന്നു ചാലക്കുടിയിൽ. പക്ഷേ അതിനുശേഷം ചാലക്കുടിയിൽ എൻ്റെ വീടാണെങ്കിൽ തൃശ്ശൂരാണ്, എനിക്ക് കാര്യമായിട്ട് ചാലക്കുടിയിലേക്ക് പിന്നെ അധികം ആ രീതിയിൽ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ സുരേഷ് ഗോപി പറയാതിരിക്കാൻ നിർവാഹമില്ല, തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിച്ചു.
കൊറോണ കാലത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, സേവനം തൃശ്ശൂർക്കാർക്ക് നന്നായി അറിയാം. എന്നു മാത്രമല്ല, എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ കോർപ്പറേഷനിലും എല്ലാ പഞ്ചായത്തിലും സുരേഷ് ഗോപിയുടെ ഒരു ടച്ച് ഉണ്ടായി. അതുകൊണ്ടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർ, ആ മേയർ വാസ്തവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ആളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ജയിച്ചു പോയ ആളെ ഞാൻ കണ്ടിട്ടില്ല. ജയിച്ചു പോയ ആളുകൾ, ഇവിടെ ജയിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോയതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേസമയത്ത് സുരേഷ് ഗോപി അദ്ദേഹം ഒരു വാക്ക് കൊടുത്തു, കോർപ്പറേഷനിലെ മത്സ്യ മാർക്കറ്റ് അത് ഞാൻ നവീകരിക്കും. കോടിക്കണക്കിന് രൂപയാണ്. അദ്ദേഹം ആ കോടിക്കണക്കിന് രൂപയുടെ ആ ചെക്ക് കൈമാറി ഇന്ന് ആ മത്സ്യ മാർക്കറ്റ് അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയും കാലം കേന്ദ്രീകരിച്ചുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ അവിടെ വിജയം നേടിത്തരും എന്നാണ് BJP കരുതുന്നത് എന്ന് ഞാൻ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കട്ടെ. ഞാൻ അതിലേക്ക് തിരികെ വരികയും ചെയ്യാം. ശ്രീ വി ആർ അനൂപ്, ടി എൻ പ്രതാപൻ പറഞ്ഞത് ആര് വിചാരിച്ചാലും, എനിക്ക് കേൾക്കുന്നില്ല, ശരി, അത് പെട്ടെന്ന് പരിഹരിക്കുകയും ചെയ്യാം. ആര് വിചാരിച്ചാലും കോൺഗ്രസിനെ അവിടെ തോൽപ്പിക്കാൻ കഴിയില്ല. അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം അവിടെ BJP ജയിക്കാൻ പോകുന്നില്ല എന്നാണ്. പക്ഷെ BJPയുടെ പ്രതീക്ഷ അങ്ങനെയല്ല. പ്രതാപൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ് അവിടെ മത്സരം എന്നുള്ളതാണ്. ശരിയാണ്, നേരത്തെ ഒരു 28,000 വോട്ടിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും മത്സരം കോൺഗ്രസും ഇടതുമുന്നണിയും തമ്മിൽ തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇടതുമുന്നണി അങ്ങനെ തന്നെ അതായത് ഇല്ലാതെ കാണുന്നു, സുരേഷ് ഗോപിയാണ് കോൺഗ്രസിന്റെ എതിരാളി എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന് പറയുന്നത് BJPക്ക് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കളമല്ലേ? താങ്കൾ പറഞ്ഞതുപോലെ, മാധു പറഞ്ഞതുപോലെ BJP തൃശ്ശൂർ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പ്രത്യേക നിയോജക മണ്ഡലം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാം, ആർക്കും പ്രവർത്തിക്കാം, ഏത് സ്ഥാനാർത്ഥിക്കും പ്രവർത്തിക്കാം, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാം. പക്ഷേ ഇത് ഇവിടെ പ്രവർത്തിക്കുന്നതിനല്ല പ്രശ്നം. BJP തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ രീതിശാസ്ത്രമാണ് പ്രശ്നം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി. സ്വാഭാവികമായും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തുമ്പോൾ രാഷ്ട്രീയമായി കോൺഗ്രസിനെ വിമർശിക്കും. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനെ കുറിച്ച് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിൽ നല്ലത് സംസാരിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി അദ്ദേഹം TN പ്രതാപനെതിരെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനെതിരെ പോലും ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് TN പ്രതാപൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട PRO ആയ NS അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഒരു നിരോധിത സംഘടനയുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തെ രാജ്യദ്രോഹ കേസിൽ ദില്ലിയിൽ കലാപം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ NIA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപകടകരമായൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി പ്രസ്താവിക്കുന്നത്. ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണിത്. ഇത് അദ്ദേഹം പറഞ്ഞതിനൊന്നിനും അദ്ദേഹം NS അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന TN പ്രതാപൻ്റെ PR ആയ വ്യക്തി, അദ്ദേഹം ഒരു മുസ്ലിമാണ്. മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ നേരെ അങ്ങ് അദ്ദേഹത്തെ തീവ്രവാദിയായി ചിത്രീകരിക്കുകയാണ്, നേരെ അങ്ങ് രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുകയാണ്. എനിക്കിത് ആധികാരികമായി പറയാൻ കഴിയും. ഈ വിഷയത്തിൽ ഈ പറയുന്ന TN പ്രതാപൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട വ്യക്തിക്ക് വേണ്ടി കെ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച ആളാണ് ഞാനാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ. അപ്പോൾ ഇത് വളരെ കൃത്യമായി കോൺഗ്രസ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. കോൺഗ്രസ് പറയുന്നത്, TN പ്രതാപൻ പറയുന്നത്, ഞങ്ങൾക്കെതിരെ രാഷ്ട്രീയമായ ആക്ഷേപം ഉന്നയിക്കാം, നിങ്ങൾക്കല്ലെങ്കിൽ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാം. പക്ഷേ അതിനപ്പുറം വളരെ തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ കാണാത്ത തരത്തിൽ അപകടകരമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ളൊരു പരിശ്രമമാണ് കെ സുരേന്ദ്രൻ. ഞാൻ ചോദിച്ച കാര്യം അതാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ പല തലത്തിലുള്ള വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച്, ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച് കോൺഗ്രസ് BJP ഫൈറ്റ് ആണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത് എന്നൊരു സന്ദേശം വോട്ടർമാർക്ക് നൽകി കഴിഞ്ഞുവോ? അല്ല, BJP ഇവിടെ കോൺഗ്രസിനെതിരെ TN പ്രതാപനെതിരെയാണല്ലോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. BJPയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ടാർഗറ്റ് ചെയ്യുന്നത് TN പ്രതാപനെതിരെയാണ്. അദ്ദേഹത്തെ വളരെ കൃത്യമായൊരു പ്രത്യേക കള്ളിയിലാക്കി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ രാഷ്ട്രീയം കോൺഗ്രസിനെയാണ് തോൽപ്പിക്കാൻ BJP ശ്രമിക്കുന്നത്.
അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ദൗത്യമാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. സത്യത്തിൽ തൃശ്ശൂരിൽ BJPയുടെ പ്രചാരണം കോൺഗ്രസിൻ്റെ പണി എളുപ്പമാക്കുകയാണ്. തൃശ്ശൂർ പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ അത്തരം സത്യത്തിൽ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണോ തോൽപ്പിക്കാനാണോ ആഗ്രഹിക്കുന്നതെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, മൂന്നാം സ്ഥാനത്തുള്ള ഒരു സ്ഥാനാർത്ഥി സ്വാഭാവികമായും ഒന്നാം സ്ഥാനം ജയപ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥി, ഞാൻ അവരെ സംബന്ധിച്ചിടത്തോളമാണ് കേട്ടോ പറഞ്ഞത്, ഒന്നാം സ്ഥാനത്തുള്ളവരെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് BJPയെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് എന്ന് പറയുന്നത് അവരുടെ പ്ലാനിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുകയാണോ അതോ നിങ്ങളുടെ പ്ലാനിലേക്ക് അവർ കൊണ്ടുവന്ന് തലവെച്ച് തരികയാണോ എന്ന കാര്യം കാണേണ്ടതുണ്ട്. BJPയുടെ ഏത് രാഷ്ട്രീയ പ്രചാരണത്തെയാണ് ഫലപ്രദമായ കോൺഗ്രസ് ഇന്നോളം നേരിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീ വി ആർ അനൂപ്, ഞാൻ അങ്ങനെയൊക്കെ വരികയും ചെയ്യാം. ശ്രീ റെജി ലൂക്കോസ്, ഈ 27,000 വോട്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്ന ഇടത്താണ് BJP ഇടതുമുന്നണിയെയും കവച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസിനെ നേരിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറയുകയാണ് 10 ദിവസം കൊണ്ടാണ് തൃശ്ശൂരിന്റെ അതുവരെയുള്ള വോട്ടിംഗ് പാറ്റേൺ അപ്പാടെ തിരുത്തി കുറിക്കാൻ BJPക്ക് സുരേഷ് ഗോപിയിലൂടെ കഴിഞ്ഞത്. ഏതാണ്ട് 2 ലക്ഷം വോട്ടിന്റെ വർധന എന്ന് പറയുന്നത് 17% ആ മണ്ഡലത്തിൽ മാത്രം വോട്ട് ശതമാനം BJPക്ക് വേറെ എവിടെ അവകാശപ്പെടാൻ കഴിയും? കേരളത്തിൽ 17% വോട്ട് വിഹിതത്തിന്റെ വർധന എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട് അത് സാധ്യമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ കഴിഞ്ഞ 5 വർഷം അവിടെ കാലൂന്നി നിന്നുകൊണ്ടുള്ള വളരെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ കോൺഗ്രസിനെ പോലും തോൽപ്പിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അല്ല മാധു, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ വളരെ ഗൗരവമായിട്ടൊരു ആരോപണം ഉന്നയിച്ചു. അതായത് TM പ്രതാപനെ പോലെയുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവ് BJP 2ാം സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരമെന്ന് പറയുന്നത് എത്ര നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹം ഇറക്കിയത്. അവർ ഒറ്റ പ്രസ്താവന തന്നെ പിന്നെ TM പ്രതാപനെ 3ാം സ്ഥാനത്തേക്ക് അദ്ദേഹം സ്വയം തള്ളപ്പെടാനുള്ള സാധ്യത അദ്ദേഹം തന്നെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. TM പ്രതാപനെ പോലൊരു ഒരു മതേതരവാദി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ മുമ്പിൽ അങ്ങനെ ഒരു പ്രതിച്ഛായയുള്ള വളരെ ക്ലീൻ ഇമേജ് ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തി ഈ തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ ഒരു വർഗീയ കക്ഷിയെ ഞങ്ങളുമായിട്ടാണ് മത്സരിക്കുന്നതെന്ന് പറയുന്നത് കേരളത്തിലുടനീളം കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ പ്രസ്താവനയെ അംഗീകരിക്കുന്നുണ്ടെന്നുള്ള ചോദ്യം ഇവിടെയുണ്ട്. ഇവിടെ TM പ്രതാപനും കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമായിട്ടുള്ള വോട്ടിൻ്റെ വ്യത്യാസത്തോടെ മാധു പറഞ്ഞല്ലോ, സുരേഷ് ഗോപിയായിട്ടുള്ള വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ തവണ TM പ്രതാപൻ ജയിച്ചത് എങ്ങനെയാണെന്നറിയാമോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുള്ള വ്യാപകമായ ഒരു പ്രചരണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കേരളത്തിലെ 19 സീറ്റിൽ അന്ന് ജയിച്ചപ്പോൾ 19 സീറ്റിൽ അവർ വിജയിച്ചു എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ആ ഒരു കാലാവസ്ഥ മാറി എന്നുള്ളൊരു TM പ്രതാപൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് വർഗീയ രാഷ്ട്രീയം കളിക്കാനായിട്ട് തൻ്റെ പ്രസ്താവനയെ അദ്ദേഹം ഉപയോഗിച്ചത്. അത് വളരെ മോശമായി. അങ്ങനെ ഒരു പ്രസ്താവന കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ KPCC പ്രസിഡന്റ് ചിലപ്പോൾ നടത്തിയതായിരിക്കും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. TM പ്രതാപൻ പറഞ്ഞതിൻ്റെ അതിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ. തൃശ്ശൂർ എന്ന് പറഞ്ഞ മണ്ഡലം ഞാൻ ആദ്യം സൂചിപ്പിച്ചു. തൃശ്ശൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിനൊരു മതേതര കാഴ്ചപ്പാടുണ്ട്. തൃശ്ശൂർ ഒരിക്കലും ഈ TM പ്രതാപനെ പോലെയോ സുരേഷ് ഗോപിയെ പോലുള്ളവരെ അംഗീകരിക്കത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ വക്കീൽ ഏതെല്ലാം രീതിയിലുള്ള കണക്ക് പറഞ്ഞില്ല. അദ്ദേഹം വളരെ ശാന്തനായിട്ടാണ് ഈ ആദ്യ ഘട്ട ചർച്ചയിൽ പങ്കെടുത്തത്. തൃശ്ശൂരിൻ്റെ ഒരു കണക്കും ഈ 17% വർധന ഉണ്ടായെന്ന് പറഞ്ഞ് ഏത് കണക്കിലാണെന്നുള്ളവരും ഞാൻ ഇത്രയും നേരം ആലോചിച്ചിട്ട് എനിക്ക് ഒരു തരത്തിലും മനസ്സിലായിട്ടില്ല. അവിടെ തൃശ്ശൂരിനെ സംബന്ധിച്ചോളം ഓരോ നിയോജകമണ്ഡലം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കുകൾ എന്റെ അടുത്തുണ്ട്. ഏതെല്ലാം രീതിയിലുള്ള കണക്കുകൾ വോട്ടിലേക്കാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് കൂടിയത്. അതാണ് ഈ 17% വോട്ട് വിഹിതം വർദ്ധിച്ചു എന്ന് പറയുന്നത്. അതിൽ അങ്ങേക്ക് തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യാം. അതായത് രാഹുൽ ഗാന്ധി വന്നു നിൽക്കുന്നു, BJP വിരുദ്ധ വോട്ടുകൾ വലിയ തോതിൽ TN പ്രതാപന് കിട്ടി എന്നാണ് അങ്ങ് കണക്ക് കൂട്ടുന്നതെങ്കിൽ അവിടെയാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഏതാണ്ട് 1.25-2 ലക്ഷം വോട്ടുകൾ കൂടുതലായി പോൾ ചെയ്യപ്പെടുന്നത്. അതെങ്ങനെയാണ് കൃത്യമായി വിശദീകരിക്കാൻ കഴിയുക? അല്ല, ആ വിശദീകരണത്തിനൂടെ തന്നെ ഞാൻ അങ്ങനെ പറയാൻ കാണും. 2019 ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ മാധു പറഞ്ഞ കണക്ക് വളരെ കറക്റ്റാണ്. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന താരത്തിനോടുള്ള ഒരു അമിതമായൊരു താല്പര്യവും അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കാൻ വന്നപ്പോൾ ഉള്ള ജനങ്ങളുടെ ഒരു സ്നേഹവും അത് എല്ലാവരും കൂടി കൺകൂടി ചെയ്ത് അദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടിയെന്ന് ഞങ്ങളാരും നിശ്ചയിക്കുന്നില്ല. വസ്തുതാപരമായ കാര്യമല്ലേ. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ നിയമസഭാ നിയോജകമണ്ഡലത്തിലെ കണക്കെടുത്ത് നോക്കിയാൽ അത് ആ വോട്ടിൻ്റെ പാറ്റേൺ എത്രയെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അത് മുഴുവൻ ഇവിടെ വായിക്കാനായിട്ടുള്ള സമയമില്ല.
അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ കണക്കേ ചോദിക്കുന്നുള്ളൂ. 19 സീറ്റ് യു ഡി എഫിന് കിട്ടുന്ന സമയത്ത് 19 സീറ്റ് യു ഡി എഫിന് കിട്ടുന്ന സമയത്ത് അധികാരത്തിലേക്ക് എൽ ഡി എഫ് ആണല്ലോ. അത് രണ്ട് പാറ്റേൺ ആണ്, രണ്ട് ടൈപ്പ് ഓഫ് വോട്ടിംഗ് ആണ്. അത് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ല, അതെനിക്കറിയാം വളരെ വ്യക്തമായിട്ട്. ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ മറ്റ് പല രീതിയിൽ ചിന്തിക്കും എന്ന് പറയുന്ന ഒരു വളരെ വസ്തുതയാണ്. 2019 എത്രയോ കാറ്റ് മാറി വീശിക്കഴിഞ്ഞു തൃശ്ശൂർ മണ്ഡലത്തിൽ. സുരേഷ് ഗോപി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി തന്നെ ഒരു എന്താ പറയുക, ഒരു അപ്രിയ സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും, അദ്ദേഹത്തിൻ്റെ വർഗീയപരമായിട്ടുള്ള ജൽപ്പനങ്ങൾ, അദ്ദേഹം മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, മണിപ്പൂരിൽ ആൺകുട്ടികൾ നോക്കിയുള്ളൂ. ഏത് ആൺകുട്ടിയാണ് മണിപ്പൂർ വിഷയത്തിൽ നോക്കിയത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി 83ാമത്തെ ദിവസം 36 സെക്കൻഡ് മാത്രം പ്രതികരിച്ചു. പിന്നെ ഇന്നും വരെ അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. തൃശ്ശൂർ മണ്ണിൽ വന്ന് അദ്ദേഹം പറഞ്ഞത് മതേതരത്തിൻ്റെ വലിയ ഒരു പാരമ്പര്യമുള്ള തൃശ്ശൂരിൻ്റെ മണ്ണിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം വന്ന അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ലെന്ന് കൂട്ടിക്കോ. തൃശ്ശൂർ തേക്കുംകാട് മൈതാനയിൽ എല്ലാവരും കാതോർത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും മണിപ്പൂർ വിഷയത്തിൽ, ക്രിസ്ത്യൻ സമുദായത്തിനെ വെട്ടി വീഴ്ത്തുന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അക്ഷരം ഉണ്ടാവുന്നു, ഒരു അക്ഷരം പോലും അദ്ദേഹം മിണ്ടിയിട്ടില്ല. ഈ നിമിഷം വരെ മണിപ്പൂരിനെ കുറിച്ച് ഈ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇന്നലെ 4 പേരെ കൊന്നു. കഴിഞ്ഞ 3 ദിവസം മുമ്പ് 2 പേരെ വെടിവെച്ച് കൊന്നു. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും നടക്കുന്ന പോലെ അതിൻ്റെ ഒരു മീനിയേച്ചർ ഫോമാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂട്ടാൻ്റെ അതിർത്തി തുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു വംശീയ കലാപം നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സ്പോൺസേഡ് വംശീയ കലാപം അല്ലെന്ന് പറയാൻ പറ്റുമോ? അതിന് കൊടുത്ത സുരേഷ് ഗോപിയുടെ മറുപടി തൃശ്ശൂർക്കാർ മറക്കുന്നാണോ മാധു മനസ്സിലാക്കിയിരിക്കുന്നത്? എവിടെയാ ആൺകുട്ടി? ആൺകുട്ടിയുടെ വായ എവിടെ? തൃശ്ശൂർ മറുപടി പറയേണ്ടവരും. അല്ലല്ല, സുരേഷ് ഗോപി മറുപടി പറയേണ്ടവരും. തീർച്ചയായും മണിപ്പൂർ വലിയ വിഷയം തന്നെയാണ്. തൃശ്ശൂരിൽ സാമുദായിക പശ്ചാത്തലം ഒക്കെ അനുസരിച്ചാണ്. ശ്രീ റജി ലൂക്കോസ് വരാം. അടുത്ത ബി ഗോപാലകൃഷ്ണൻ, സുരേഷ് ഗോപി ഒരു അപ്രിയ കഥാപാത്രമായി മാറിയിട്ടുണ്ടോ തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? അദ്ദേഹത്തിന്റെ വോട്ടർമാർക്ക് മുന്നിൽ അദ്ദേഹം ഒരു അപ്രിയ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു എന്നാണ് ശ്രീ റജി ലൂക്കോസ് അവകാശപ്പെടുന്നത്. അദ്ദേഹം നടത്തിയ മണിപ്പൂരിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശങ്ങൾ, വർഗീയമായ പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയാകും എന്നുള്ളതാണ് LDF കണക്ക് കൂട്ടുന്നത് എങ്കിൽ? LDFന് ഇല്ലാത്ത അഭിപ്രായമാണ് റജി ലൂക്കോസ് പറയുന്നത്. കാരണം LDF ആയിട്ട് റജി ലൂക്കോസിന് അത്രേ ബന്ധമുള്ളൂ. റജി ലൂക്കോസ് പറയുന്നതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ല. അപ്രിയ കഥാപാത്രം ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ LDFന് പോലും അപ്രിയ കഥാപാത്രം ആരാണ് എന്ന് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നില്ല. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ റജി ലൂക്കോസ് ഓരോന്ന് പറയുന്നതാണ്. ഇപ്പോൾ റജി ലൂക്കോസ് പറയുന്നത് മണിപ്പൂരിൻ്റെ വിഷയമാണ്. ഞാൻ ഒരു വിഷയം മാത്രം മണിപ്പൂരിൻ്റെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. റജി ലൂക്കോസെ, മണിപ്പൂരിലെ കലാപം വംശീയമല്ല. മണിപ്പൂരിലെ കലാപം ട്രൈബൽസിൻ്റെ കലാപമാണ്. അവിടുത്തെ ക്രൈസ്തവ മേധാവികൾ, മഹാരാഷ്ട്രയിലെ ബിഷപ്പ്, ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ നേതൃത്വം അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് 2014 മുമ്പ് എത്രയോ കലാപമുണ്ടായി. 2014 മുമ്പ് മണിപ്പൂരിൽ എത്രയോ കലാപമുണ്ടായി. അതൊക്കെ ആരാ? അവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും ട്രൈബൽസാണ്. നാഗാസ് എന്ന് പറയുന്നത് മുഴുവൻ ക്രൈസ്തവരാണ്. ആ ക്രൈസ്തവർ കുക്കി വിഭാഗത്തിലെ ക്രൈസ്തവരുമായി സംഘർഷം. അതൊരു ട്രൈബൽ ഏരിയ. നിങ്ങളിവിടെ വന്ന് മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. മണിപ്പൂരിനേക്കാൾ അപകടകരമായ ഒരു മുദ്രാവാക്യമായിരുന്നു ആലപ്പുഴയിൽ ഉയർന്നത്. അവലും മലരും സൂക്ഷിച്ചോ, കുന്തിരിക്കം സൂക്ഷിച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നു. ആരോടാ പറഞ്ഞത്? ഈ കേരളത്തിൽ, നിങ്ങൾ മതേതരത്വം എന്ന് പറയുന്ന ഈ കേരളത്തിൽ പരസ്യമായ മുദ്രാവാക്യം മുഴക്കിയിൽ ഒരു കൊച്ചിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തു ചുക്ക ചെയ്യാൻ പറ്റിയത്? നിങ്ങൾ ആ പോപ്പുലർ ഫ്രണ്ടിന് വീണ്ടും അനുവാദം കൊടുത്തില്ലേ കോഴിക്കോട്? വീണ്ടും ആ മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞത്? പാലാ ബിഷപ്പിൻ്റെ അരമനയിലേക്ക് ഈ മുസ്ലിം ഈ ഭീകരര് മാർച്ച് നടത്തിയപ്പോൾ എവിടെ പോയി നിങ്ങളുടെ മതേതരത്വവാദികൾ? ഒരാളും വന്നില്ലല്ലോ, ഒരിടതുപക്ഷവും വന്നില്ലല്ലോ, ഒരു വലതുപക്ഷവും വന്നില്ലല്ലോ. പാലാ ബിഷപ്പിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബിഷപ്പ് ഹൗസിലേക്ക് കയറിയാൽ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞ് പോയി നിന്നത് ഈ BJP-ക്കാരാ. ഇതൊക്കെ നിങ്ങളൊരു 10 കൊല്ലം മുമ്പ് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കാം, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ പറ്റിക്കാം. ഒരു മിനിറ്റ്, ഞാൻ നിർത്തട്ടെ. മാധു,
മാധു, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ മതി. പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയായിട്ട് നിരോധിക്കപ്പെട്ടതാ. ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെയാണ് പറഞ്ഞത്. അല്ല, പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കുക. അല്ലല്ല, ഞാൻ ഇടയിൽ കയറി പറയുന്നതിന് മുൻപ് അങ്ങനെ സമുദായത്തെ കൂട്ടി ഭീകരർ എന്ന് പറഞ്ഞതുകൊണ്ട് അത് തിരുത്തി പോകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഇടപെട്ടതാണ്. മനസ്സിലുള്ളത് പുറത്തു വന്നാണെങ്കിൽ എന്റെ കുറ്റമല്ല. ഞാൻ അത് നിങ്ങൾക്ക് പല മനസ്സിൽ പലതും ഉണ്ടാവും. അതാണല്ലോ നിങ്ങൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്റെ ഉത്തരവാദിത്തമാണ്. ഗോപാലകൃഷ്ണൻ, ശരി ശരി, നിങ്ങൾ തിരുത്തിയല്ലോ. നിങ്ങൾ മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിക്കുന്ന ഇടയിൽ സംസാരിക്കല്ലേ പ്ലീസ്. അപ്പോൾ അവിടെ ഇതൊക്കെ ഒരു 10-15 കൊല്ലം മുമ്പ് ഇതൊക്കെ പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കും. ഇന്നത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ ജനങ്ങൾക്ക് നല്ല വിവരമുണ്ട്. അവർക്കറിയാം ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്. ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP. ഫാസിസം വന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് കൂവുന്നവരല്ലേ റെജി ലൂക്കോസ് നിങ്ങളൊക്കെ. ഇവിടെ എന്ത് ഫാസിസം വന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ? ഓരോ ദിവസവും ഭാരതം പുരോഗമനത്തിലേക്ക് നയിക്കപ്പെടുകയല്ലേ? ലോകത്തെ 4ാമത്തെ ശക്തിയായിട്ട് മാറിയില്ലേ? സകല മേഖലയിലും മാറ്റമല്ലേ? പക്ഷേ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള കേരളത്തിലെ ബാന്ധവം ആർക്കാ? ഇടതുപക്ഷത്തിന്. ഇപ്പോൾ ഞാൻ TN പ്രതാപൻ്റെ കാര്യം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ. ആദ്യമായിട്ട് ആ വിഷയം പത്രസമ്മേളനം നടത്തിയ ആൾ ഞാനാ. എന്താ ഞാൻ കാരണം? പുന്ന നൗഷാദ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വധിക്കപ്പെട്ടു. ഈ പുന്ന നൗഷാദിൻ്റെ വധസമയത്ത് ആ ഗുരുവായൂർ പോയ ആളാണ് ഞാൻ. പുന്ന നൗഷാദുമായി ബന്ധപ്പെട്ടവരുടെ ഫാമിലിയെ കണ്ടയാളാണ് ഞാൻ. അവരുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടയാളാണ് ഞാൻ. പുന്ന നൗഷാദിൻ്റെ കൊലപാതകികളെ സംരക്ഷിച്ചതാര്? അന്നത്തെ ഫേസ്ബുക്കുകൾ ഒരു 100 എണ്ണം ഉണ്ട്, ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇറക്കേണ്ട സമയത്ത് ഞങ്ങൾ ഇറക്കും. അന്ന് പുന്ന നൗഷാദിൻ്റെ കൊലപാതകികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് TN പ്രതാപനാ. അതിനുശേഷമാണ് TN പ്രതാപൻ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടുന്ന ആ തേജസിൻ്റെ മാസികയുടെ വരിക്കാരനായി അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട്. ഞാൻ പത്രസമ്മേളനം നടത്തിയതാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജില്ലാ പ്രസിഡന്റ്, നിങ്ങൾ മനസ്സിലാക്കണം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ ജില്ലാ സെക്രട്ടറി, ഇവരെയെല്ലാം കൂട്ടി നിർത്തിക്കൊണ്ട് അദ്ദേഹം തേജസിൻ്റെ ആ വരിക്കാരനാവുകയും തേജസിൻ്റെ ആ പ്രചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ആരുടെ? പോപ്പുലർ ഫ്രണ്ടിൻ്റെ. ആ പോപ്പുലർ ഫ്രണ്ടുമായി പ്രതാപന് സ്ഥിരബന്ധമാ. ഇത് പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, ഈ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകര പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ആളായിരുന്നു മദനി. ഞങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ടാണ് കോയമ്പത്തൂർ ജയിലിലും കർണാടക ജയിലിലും ഒക്കെ കിടക്കുന്നത്. പലതരത്തിലുള്ള കേസുണ്ട്. ഒരുപക്ഷെ കേസ് പക്ഷെ ഇപ്പോഴും കിടക്കാണല്ലോ. ഒരു മിനിറ്റ് തീർന്നു. ഞാൻ തീർക്കട്ടെ, ഒരു വരി തീർക്കട്ടെ. ഒരു വരി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ പറഞ്ഞത് ശരി പറഞ്ഞാലോ? ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ആ മദനിക്ക് വേണ്ടി ഈ കേരളത്തിൽ നിരാഹാരം കിടന്നാരാ? ആ മദനിയെ ഇറക്കാൻ വേണ്ടി നിരാഹാരം കിടന്നാരാ? അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും മതഭീകരവാദികളുമായി സഖ്യം ചേർന്നയാളാണ് പ്രതാപൻ. ഈ കുന്തിരിക്കം സൂക്ഷിച്ചോ എന്ന് ക്രിസ്ത്യൻ സമുദായത്തോട് പറഞ്ഞപ്പോൾ പ്രതാപൻ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രതാപന്റെ കുളവിധാരം ഒന്നും പറയണ്ട. പ്രതാപൻ എല്ലാ കാലഘട്ടത്തിലും മതഭീകരവാദികളുമായി ബന്ധപ്പെടുന്നയാളാണ്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടുന്നയാളാണ്. പുന്ന നൗഷാദിന്റെ കൊലപാതകത്തിന്റെ കാരണക്കാരുമായി ചങ്ങാത്തം കൂടുന്നവരാണ്. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. PFI ആണ് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. അങ്ങയുടെ ഭാഗം വിശദീകരിക്കവേ PFI എന്നല്ല പറഞ്ഞത്, കേരളത്തിലെ ഒരു സമുദായത്തെ ചേർത്ത് ഭീകരർ എന്നാണ് പറഞ്ഞത്. തിരുത്തി പോകേണ്ടത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറഞ്ഞത്. അങ്ങനോട് സംസാരിക്കാതിരിക്കൂ അവിടെ എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ പറയുന്നു. ശരി, ഞാൻ ബഹുമാനിക്കാൻ തയ്യാറാണ്. എന്നിരുന്നാലും അങ്ങനെയല്ല പറയേണ്ടത്. അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുക അവിടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ഭാഷയെ അങ്ങ് അംഗീകരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും ശരി, ചർച്ച മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് എന്നതു മാത്രം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് VR അനൂപ്, അങ്ങനെ മതഭീകരവാദികളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ക്ലിയർ ചെയ്ത് പോവാം. മുസ്ലിം മതഭീകര സംഘടന എന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞോ? ഞാൻ അല്ല, റിപ്പീറ്റ് ചെയ്യാം. അതെന്താ ഞാൻ നാളെയും പറയും. മുസ്ലിം ഭീകരവാദികളാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ സൗകര്യമല്ലേ പറയാൻ? മുസ്ലിം ഭീകരവാദികൾ തന്നെ ഞാൻ പറയുന്നത്. PFI എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദു വർഗീയത എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കോ?
അങ്ങനെയാണ് ഹിന്ദു വർഗീയത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹിന്ദു വർഗീയത എന്ന് പറയുന്നത് എല്ലാ വാക്കുകളും അതിന്റേതായ ആവർത്തനം പറയണ്ട. മുസ്ലിം ഭീകരതയാണ്. അതെന്താണ്? PFI എന്ന് പറയുന്നത് ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞതിനെ നിരോധിച്ച സംഘടനയാണ്. ശരി, അങ്ങ് പക്ഷെ അങ്ങല്ലാതെ പറയുന്നത് ഒരു സമുദായത്തോട് ചേർത്ത് നിർത്തി പറയുന്നത് അത് അങ്ങേക്ക് സൗകര്യമില്ല, അങ്ങയുടെ രാഷ്ട്രീയം ശരി അങ്ങത് തീർച്ചയാക്കിയല്ലോ. അത് ഇപ്പോഴങ്ങ് തീർച്ചയാക്കി അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അങ്ങനെ തീർച്ചയാക്കി പറയുന്ന സമയത്ത് അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. പക്ഷെ അത് പറഞ്ഞു പോകേണ്ട ബാധ്യതയുണ്ട്. കേരളത്തിലെ ഒരു സമുദായത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അപമാനിച്ചു എന്നൊരു ആരോപണം വന്നാൽ അന്ന് മിണ്ടാതിരുന്ന മാധ്യമപ്രവർത്തകൻ ചെയ്ത പേര് എനിക്ക് ഉദ്ദേശമില്ല. മനസ്സിലായോ? ഞാൻ അങ്ങയോട് സൂചിപ്പിച്ചു തന്നു. അങ്ങ് തിരുത്തുകയാണെങ്കിൽ ശരി, അത് അങ്ങയുടെ രാഷ്ട്രീയം. അങ്ങ് തിരുത്താതെ പോകുന്നുണ്ടെങ്കിൽ ശരി, അത് അങ്ങയുടെ രാഷ്ട്രീയം. അങ്ങ് ഉത്തരവാദിത്തപ്പെട്ട ചർച്ചയിലേക്ക് അയക്കുന്ന അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ് അങ്ങ് പറയുന്നത്. അത് പ്രേക്ഷകർ വിലയിരുത്തുകയും ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഗോപാലകൃഷ്ണൻ അല്ല, എനിക്ക് മനസ്സിലായി വിചാരിക്കുന്നത് പ്രേക്ഷകർ വിലയിരുത്തേണ്ടതാണ്. അല്ലല്ല, അങ്ങയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചർച്ചയ്ക്ക് എന്ന് തോന്നിയിടത്ത് ഞാൻ പറഞ്ഞു ശരിയെന്നേ ശരിയെന്നേ അത് അങ്ങനെ തന്നെ പ്രേക്ഷകർ എടുക്കുകയും വിലയിരുത്തുകയും. ശരി ശരി പ്രേക്ഷകർ കേട്ടോട്ടെ. ഹിന്ദു വർഗീയത ബിജെപിക്ക് അണിയറയിലുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. മതഭീകരവാദികളോട് സഖ്യം ചേർന്ന് തന്നെയാണ് ടി എൻ പ്രതാപൻ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങ് നേരത്തെ ഒരു വക്കീൽ നോട്ടീസ് അയച്ച കഥയൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ മതഭീകരവാദികളുമായി നിരന്തരം സഖ്യം ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണോ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത MP? അങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന് BJP ഇപ്പോൾ തന്നെ പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ നേരിടും? അല്ല, ഇത്തരം കാര്യങ്ങൾ BJP ഉന്നയിക്കട്ടെ. സംഘപരിവാറിൻ്റെ സെക്യുലർ സർട്ടിഫിക്കറ്റ് ഒന്നും TN പ്രതാപന് ആവശ്യമില്ല. TN പ്രതാപനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ എന്ന് പറയുന്നത് സംഘപരിവാർ സർട്ടിഫൈ ചെയ്യേണ്ടതല്ല. സംഘപരിവാർ ഒരാളെ മതേതരവാദി എന്ന് പറയുന്നത്, സംഘപരിവാർ ആരെയാണ് ഇപ്പോൾ മതേതരവാദികളായിട്ട് പറയുന്നത്? KK മുഹമ്മദും KK നായരുമാണ് സംഘപരിവാറിനെ സംബന്ധിച്ച് മതേതരവാദികൾ. TN പ്രതാപൻ സംഘപരിവാറിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മതേതരവാദിയല്ല. അത് സംഘപരിവാർ അങ്ങനെ പറയുന്ന പക്ഷം അത് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമാണ്. പിന്നെ അദ്ദേഹം തന്നെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞു, അദ്ദേഹം മുസ്ലിം ഭീകരവാദികൾ എന്നെ ആവർത്തിക്കൂ എന്ന് പറഞ്ഞ ആളോട്, ആ വിഷയത്തിൽ അങ്ങനെ തന്നെ ശഠിക്കുന്ന ആളോട് ആ വിഷയത്തിൽ നമ്മൾ തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കണമെന്നും ഭീകരവാദികളായി കാണണമെന്നും പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അത് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞല്ലോ, വളരെ സ്പെസിഫിക് ആയാണ് പറഞ്ഞത്. TN പ്രതാപൻ MP-യുടെ PRO ആയ അബ്ദുൽ ഹമീദ് അദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനാണെന്നാണ് ഈ പറയുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹം ഡൽഹി ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി സംസ്ഥാന ഘടകത്തിന് തുല്യമാണ് ആ യൂണിറ്റ്. അതിൻ്റെ പ്രസിഡന്റാണ്. KSU സംസ്ഥാന പ്രസിഡന്റിന് തുല്യമെന്ന് പറയാവുന്ന തരത്തിൽ അവിടെ ഒരു സംസ്ഥാന ഘടകത്തിൻ്റെ വലിപ്പമുള്ള ഒരു സർവകലാശാല യൂണിറ്റിൻ്റെ പ്രസിഡന്റിനെയാണ് അദ്ദേഹം ഈ പറയുന്ന ഭീകരവാദി അല്ലെങ്കിൽ ഈ പറയുന്ന നിരോധിത സംഘടനയായി ബന്ധമുള്ള ആളെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിന് ഒരേ ഒരു ഗ്രൗണ്ടേ ഉള്ളൂ. ഈ പറയുന്ന വ്യക്തി മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹം സുരേന്ദ്രൻ പറഞ്ഞതും ഇവിടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതും വളരെ സ്പഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരാൾ ഈ പറയുന്ന സമുദായ പാശ്ചാത്യത്തിൽ വന്നു വന്ന വിശ്വാസിയായ ഒരാളെ ഞങ്ങൾ ഭീകരവാദിയാക്കും തീവ്രവാദിയാക്കും എന്നത് പ്രതാപൻ നേരിട്ടിറങ്ങി തിരിച്ചിട്ടുണ്ടോ? അത് BJP മുന്നോട്ട് വെക്കുന്ന ആരോപണമാണ്. പുന്ന നൗഷാദിന്റെ കുടുംബം പുന്ന നൗഷാദിന്റെ കുടുംബം എന്ന് പറയുന്നത് അവർ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ്. ഇപ്പോഴും കോൺഗ്രസ് വേദികൾ സജീവമാണ്. TN പ്രതാപൻ അടക്കമുള്ള ആളുകൾ അവിടെ നിത്യ സാന്നിധ്യമാണ്. ഇതൊക്കെ ഗ്രൗണ്ടിൽ ലഭ്യമായ വിവരങ്ങളാണ്, നിങ്ങൾക്ക് പോയി അന്വേഷിക്കാവുന്നതാണ്. മാതൃഭൂമിയുടെ റിപ്പോർട്ടർ വിളിച്ച് പുന്ന നൗഷാദിൻ്റെ വിധവ അവർ ചാവക്കാട്ട് ഇപ്പോഴും ഉണ്ട്. TN പ്രതാപനെതിരെ അവരെന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി.
അവിടെ ടി എൻ പ്രതാപനെ അറിയുന്ന ആളുകൾ ടി എൻ പ്രതാപനെ കുറിച്ച് ഉന്നയിക്കാത്ത ആരോപണം അന്തരീക്ഷത്തിൽ ഉന്നയിക്കപ്പെടുകയാണ്. ഇതിനൊന്നും വസ്തുതകളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല. ടി എൻ പ്രതാപനെ ഒരു ടാർഗറ്റ് ചെയ്യുന്നത് എന്താ? അദ്ദേഹം നാട്ടിക കടപ്പുറത്ത് ഒരു തീരദേശ മേഖലയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ജനിച്ചു വളർന്ന ആളാണ്. മുസ്ലിങ്ങൾക്കൊപ്പം നോമ്പ് കാലത്ത് പട്ടിണി കിടന്നു പട്ടിണിയും സമൃദ്ധിയും മുസ്ലിങ്ങളുമായി പങ്കുവെച്ച് ജീവിച്ച അത്തരമൊരു ജൈവ പ്രക്രിയയിലൂടെ കടന്നു വന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം എത്തുന്നതിന് മുമ്പേ, MLA ആവുന്നതിന് മുമ്പേ, MP ആകുന്നതിന് മുമ്പേ അദ്ദേഹം നോമ്പ് കാലത്ത് നോമ്പെടുക്കുന്ന, നോമ്പ് തുറക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അത്തരം ഒരു പാശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലിയുടെ ഭാഗമാണത്. അതാണ് ഇവർ ഭയപ്പെടുന്നത്. അദ്ദേഹത്തെ അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന, മുസ്ലിം സൗഹൃദങ്ങളുള്ള, മുസ്ലിങ്ങളുമായി വേദി പങ്കിടുന്ന ഒരാളെ ഭീകരവാദിയാക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിൽ എവിടെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന അടിസ്ഥാനപരമായ പ്രശ്നം. പിന്നെ ഗോപാലകൃഷ്ണ വക്കീൽ ഇങ്ങനെയൊക്കെ ഉന്നയിക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. പക്ഷേ റെജു ലൂക്കോസ് ഇവിടെ പറഞ്ഞു, ടി എൻ പ്രതാപൻ ഇന്ത്യൻ പാർലമെന്റിൽ നിശബ്ദനായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ട MP ആണ് ടി എൻ പ്രതാപൻ എന്ന് പറയുന്നത്. എങ്ങനെ നിശബ്ദനായ ഒരാളെ നിശബ്ദനാക്കാൻ സസ്പെൻഡ് ചെയ്യുമോ? റെജി ലൂക്കോസ് വിശദീകരിക്കണം. ഇവിടെ വായ മൂടിക്കെട്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന ഒരാളെ എന്തിനാണ് മോദിയുടെ ഗവൺമെന്റ് സംഘപരിവാരം സ്പീക്കർ സസ്പെൻഡ് ചെയ്യുന്നത്? സംഘപരിവാർ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ടി എൻ പ്രതാപൻ. അദ്ദേഹമാണ് സംഘപരിവാറിനെതിരെ പാർലമെന്റിൽ നിശബ്ദനായിരുന്നു എന്നുള്ള ഒരു പച്ച നുണ റെജി ലോക്കോസിനെ പോലെ ഒരാൾ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ടി എൻ പ്രതാപൻ വിമർശിക്കാം, അദ്ദേഹത്തിന് എന്തുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ MP ആകരുതെന്ന് ആഗ്രഹിക്കാം, അതിനുവേണ്ടിയുള്ള ന്യായീകരണങ്ങൾ ചുമത്താം. ഇപ്പോൾ BJPയുടെ വക്താവിനോടും ഞാൻ പറയുന്നത്, അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപി ഇവിടുത്തെ മണ്ഡലത്തിനകത്ത് സർവ്വസ്വീകാരനാണ്. എന്നാൽ ആ സ്വീകാര്യത പറഞ്ഞ് ഒട്ടുപിടിക്കട്ടെ. ഇവിടെ ടി എൻ പ്രതാപനെ പോലൊരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും പുകമറ സൃഷ്ടിച്ച ഒരു ആരോപണത്തിന്റെ നിഴലിൽ ടി എൻ പ്രതാപനെ നിർത്തി നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞ ആരോപണമാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ്. ടി എൻ പ്രതാപന്റെ PRO പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. NIA ചോദ്യം ചെയ്തെന്ന് പറയുന്നു. കേന്ദ്ര ഏജൻസിയുടെ കയ്യിലല്ലേ? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നാൽ അത് രാഷ്ട്രീയമായി നിയമപരമായി നേരിടും. തൃശ്ശൂരിന്റെ ജനപ്രതിനിധി അദ്ദേഹത്തെ ഡയറക്റ്റായി പറയുന്നത് അദ്ദേഹം മതഭീകരവാദികളോട് സഖ്യം ചേർന്നാണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ്. PFIയുമായി ബന്ധപ്പെട്ട് BJP LDFിനെതിരെയും വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു MP വ്യക്തിപരമായി ഭീകരവാദികളോട് സഖ്യം ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് ഗുരുതരമായ ആരോപണമാണ്. അത് ഡിഫമേഷന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്. അത് വ്യക്തിപരമായും രാഷ്ട്രീയമായും നേരിടേണ്ടി വന്നോണ്. അതിനപ്പുറത്ത് അതൊരു ഗുരുതരമായ ആരോപണമാണ്. അതിന് ടി എൻ പ്രതാപൻ മറുപടി പറയേണ്ടതും ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും അതിന് ടി എൻ പ്രതാപൻ മറുപടി പറയേണ്ട സമയം കഴിഞ്ഞു. അദ്ദേഹം ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് എന്തായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അങ്ങനെ ആരോപിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ തയ്യാറില്ല. കാരണം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം രാഷ്ട്രീയമാണ്, വികസനമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ വ്യക്തിഗത നടത്തുന്ന ഒരു ആരോപണം ഇടതുപക്ഷങ്ങൾ ഒരിക്കലും ഉയർത്താറില്ല. ഞങ്ങൾ അങ്ങനത്തെയുള്ള മാന്യതയില്ലായ്മ കാണിക്കാറുമില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകളോട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള മറുപടി പറയും. അതല്ലാതെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പോലും യോഗ്യമല്ല. പക്ഷേ ഇവിടെ ടി എൻ പ്രതാപൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയാം. കെ സുരേന്ദ്രൻ അന്ന് ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടി എൻ പ്രതാപനം പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞു. ഈ ബന്ധത്തെക്കുറിച്ചുള്ള ടി എൻ പ്രതാപൻ ഇതിനെക്കുറിച്ച് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ അത് അനൂപ് തിരുത്തണം, ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ. ഞാൻ പക്ഷേ ഇനി അത് കാണാഞ്ഞിട്ടാണെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ അതിനെ ആ രീതിയിലേ കാണത്തുള്ളൂ. വർഗീയതയുടെ മതത്തിൻ്റെ ജാതി. പക്ഷേ ഒരു കാര്യം പറയാം, എന്നാൽ ഇതേ ടി എൻ പ്രതാപൻ്റെ ഒരു പ്രസ്താവന കേരളം ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ തൃശ്ശൂർ മത്സരിക്കുന്നത് BJPയുമായിട്ടാണ് എന്നാണ് പറഞ്ഞത്. അത് LDFിൻ്റെ പേര് പോലും പറഞ്ഞില്ല. അങ്ങനെ ഒരു ടി എൻ പ്രതാപന് മുഖം ഉണ്ടെങ്കിൽ ടി എൻ പ്രതാപൻ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. യാതൊരു തർക്കമില്ല. CPIയെ CPM കുരുതി കൊടുക്കുകയാണ് എന്നൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതിന് പല കാര്യങ്ങളുണ്ട്. അത് ചില കേസുകളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അത് കോംപ്രമൈസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു ആരോപണമുണ്ട്. മറ്റൊന്ന് ഈ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അത് CPI തന്നെ ഒരു ഘട്ടത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയതാണ് എന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പലതും, അങ്ങനെ ഒരു ഘടകകക്ഷിയെ കൊണ്ട് കുരുതി കൊടുക്കുന്ന സമീപനം CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു, LDFിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന വിമർശനം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു.
അതായത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, കോൺഗ്രസിൻ്റെ അധികായനായ കെ കരുണാകരനെ CPI നേതാവ് VB രാഘവൻ തൃശ്ശൂർ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുരുതി കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ബഹുമാനപ്പെട്ട കരുണാകരൻ്റെ മുമ്പിൽ കുരുതി കൊടുത്താൽ മതിയായിരുന്നല്ലോ. കരുണാകരനേക്കാളും തലയെടുപ്പുള്ള ഒരു കോൺഗ്രസ്സുകാർ പിന്നീട് മത്സരിച്ചിട്ടില്ല. കരുണാകരൻ്റെ തലയെടുപ്പിൻ്റെ 7 ഇലക്കൊത്ത് TM പ്രധാൻ വരുമെന്ന് ആ അരിഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ ഇത്തവണ കോൺഗ്രസ്സുകാർക്കറിയാം, UDFകാർക്ക് പ്രത്യേകിച്ച് അറിയാം. എന്താണെന്നറിയോ, കേരളത്തിലെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം LDF നേടും. ഇതൊരു അവകാശവാദമല്ല. ഓരോ നിയോജകമണ്ഡലം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. 15 സീറ്റ് മിനിമം ഞങ്ങൾ പിടിച്ചിരിക്കും. അത് കഴിയുമ്പോൾ 17 ആകാൻ സാധ്യതയുണ്ട്. പല കോട്ടക്കുത്തലങ്ങളും ഇത്തവണ തകരും, ഒരു തർക്കമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവും അതും ഞാൻ പറയാം. ഈ സാക്ഷാൽ TM പ്രതാപനോട് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതേ ഒരു മാധ്യമത്തിനോട് പരസ്യമായിട്ട് 3 മാസം മുമ്പ് വെളിപ്പെടുത്തിയതാ ഞാൻ ഇത്തവണ ലോക്സഭയിലേക്ക് ഇല്ല എന്നുള്ളവരും. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇനി തൃശ്ശൂർ പരാജയപ്പെടുന്നുള്ളവരും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 5 വർഷം അടുക്കുന്നു, 3 മാസം കൂടെ ഉള്ളൂ. ഒരു നിശബ്ദ ഒരു പാർലമെൻറ്റ് അംഗമായിരുന്നു അദ്ദേഹം പാർലമെൻറ്റ് സസ്പെൻഡ് ചെയ്തതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. കടലാസ് വലിച്ചെറിഞ്ഞാലും സ്പീക്കറുടെ ഐസിലേക്ക് ഓടിപ്പോയാലും കണ്ണിൽ കാണുന്നവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. 124 പാർലമെൻറ്റ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്തു. അതിൽ പാർലമെൻറ്റ് ഇല്ലായിരുന്ന DMKയുടെ MLA MP വരെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ TM പ്രതാപൻ സസ്പെൻഷൻ നേടിയെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അത് പ്രതാപൻ്റെ പാർലമെൻറ്റിലെ അഗ്രസീവായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണോ അല്ലയോ നിങ്ങളെന്ന് പറയണം. ഇനി ഒരു കാര്യം, സസ്പെൻഷൻ നേടാൻ മാത്രം അദ്ദേഹം അഗ്രസീവായിട്ട് എന്ത് കാര്യങ്ങളാണ് പാർലമെൻറ്റിൽ പറഞ്ഞത്? സസ്പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പാർലമെൻറ്റ് നിരക്കാത്ത കാര്യങ്ങളോ വാക്കുകളോ പ്രയോഗിക്കണ്ടേ, പ്രവൃത്തികളോ പ്രയോഗിക്കണ്ടേ? അതാണ് ഒരു പാർലമെൻറ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പ്രിയപ്പെട്ട അനുഭവം കരുതുന്നത്. TN പ്രതാപൻ നിശബ്ദനായിരുന്നു. നിങ്ങൾ ഒരു തർക്കം വിചാരിക്കേണ്ട കാര്യത്തിൽ പ്രയോഗിച്ചവരോ അച്ചടക്ക ലംഘനം നടത്തിയവരോ ആണ് എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. അതായത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഇല്ലാത്ത ആളെ പോലും പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്ത് ഒടുവിൽ തിരിച്ചെടുക്കേണ്ടി വന്നു. ജനാധിപത്യത്തിന് ഇത്രയ്ക്ക് അധികം കുരുതി കൊടുത്തിട്ടുള്ള ജനാധിപത്യ രാജ്യം ഈ BJP ഭരിക്കുന്ന ഇന്ത്യ അല്ലാണ്ട് ലോകത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ലോകത്തിന് മാതൃകയായ ജനാധിപത്യ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു രാജ്യത്ത്, ഏറ്റവും സുന്ദരമായ ജനാധിപത്യ പ്രക്രിയ നടന്ന ഒരു രാജ്യത്ത്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് പാർലമെന്റിൽ കണ്ണിക്കണ്ടവരെ എല്ലാം സസ്പെൻഡ് നടത്തി ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ ബില്ലുകളും പാസ്സാക്കിയെടുത്ത ഒരു കേന്ദ്ര സർക്കാർ TN പ്രതാപനെ പോലെയുള്ളവരെ സസ്പെൻഷനിൽ നിർത്തിയെന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ട് അനൂപ് വർണ്ണിച്ചതിൻ്റെ പേര് ഞാൻ മറുപടി പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞാൻ സസ്പെൻഷനെ കുറിച്ച് വിവരിച്ച് പറഞ്ഞത്. ഒരിക്കലും മാധു ഉദ്ദേശിച്ച പോലെയല്ല ഞാൻ പറഞ്ഞത്. അതിവിടെ കേൾക്കുന്നവർക്കറിയാം, അത് തെറ്റിദ്ധരിച്ച് പറഞ്ഞതാ. ഇനി ഇവിടെ TM പ്രതാപനെ കുറിച്ച് ഇനിയും പറയാനുണ്ട് കാര്യങ്ങൾ. ഈ TM പ്രതാപനടക്കമുള്ള UDF MPമാർ ഈ പറയുന്ന ഇന്ത്യ രാജ്യത്ത് ശരാശരി 2 ന്യൂനപക്ഷങ്ങളെ സഹിതം, അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സഹിതം, ഇത് ഞാൻ പറഞ്ഞതല്ല, കൃത്യമായ രീതിയിലുള്ള ഒരു സംഘടന അതിൻ്റെ സർവേയിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന, അത് കേന്ദ്ര സർക്കാർ നിഷേധിച്ചിട്ടുമില്ല. ആക്രമണങ്ങൾ നേരിടുന്ന ഈ രാജ്യത്ത് മണിപ്പൂർ നിങ്ങൾ മാറ്റിവെക്കൂ, ഛത്തീസ്ഗഡ്, ഇപ്പോൾ തെലങ്കാന ഇല്ലെങ്കിൽ അതിന് മുമ്പുള്ള തെലങ്കാന, നേരത്തെയുള്ള കർണാടക, ഇന്ത്യയുടെ എല്ലാ വിഭാഗങ്ങളിലും ഈ ന്യൂനപക്ഷങ്ങളെ വേട്ട നടത്തുമ്പോൾ ഇനി തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ മതേതരത്തിൽ വിശ്വസിക്കുന്ന തൃശ്ശൂർക്കാർക്ക് ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അവർ തന്നെ ചോദിക്കുന്ന മണിപ്പൂർ പോലെയുള്ള നരഹത്യയിൽ, വംശഹത്യയിൽ TM പ്രതാപൻ പാർലമെന്റിൽ ഏതെങ്കിലും ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ? ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ ഈ TM പ്രതാപൻ? ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് കൃത്യം ഡേറ്റ് സഹിതം പറയണം. ഞാനതൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ ചർച്ചയിലിരിക്കുന്നത്, ഒന്ന് മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം, തൃശ്ശൂരൊരു പുത്തമ്പള്ളിയുണ്ട്, അവിടുത്തെ കത്തോലിക്ക വിഭാഗക്കാരുടെ വികാരമാണ്. ആ പുത്തമ്പള്ളി ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞ് RSSൻ്റെ ഒരു വിഭാഗം രംഗത്തിറങ്ങിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാതെ ഇവരാരും നിശ്ചയിച്ചിട്ടില്ല. അർത്തുങ്കൽ പള്ളി ചരിത്ര പ്രാധാന്യമുള്ള മതേതര കേരളത്തിൻ്റെ ഒരു പ്രതീകമായ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തീർത്ഥാടനത്തിന് പോകുന്ന, മതത്തിന് അതീതമായി തീർത്ഥാടനത്തിന് പോകുന്ന അർത്തുങ്കൽ പള്ളി അതൊരു ഹൈന്ദവ ക്ഷേത്രമാണെന്ന് തിരിച്ചു പിടിക്കണമെന്നും ഇവരുടെ ഒരു സൈദ്ധാന്തികം തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, പരസ്യമായിട്ട് പ്രചാരിക്കുന്നു TG മോഹൻദാസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ ഉയരുന്ന കേരളത്തിൽ പ്രതാപൻ പറയുവാണ് ഞങ്ങൾ BJP ആയിട്ട് മത്സരം എന്ന് പറഞ്ഞാൽ, ഈ പ്രതാപനെ
വളരെ ദയനീയമായിട്ട് തൃശ്ശൂർക്കാർ തോൽപ്പിച്ചിരിക്കും. എന്താ തർക്കക്കാര്യത്തിൽ ശരി. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ വാക്കുകൾ കേൾക്കുന്ന ചില ചുവരെഴുത്തുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. ശ്രീ വി എസ് സുനിൽകുമാറിനും ശ്രീ ടി എൻ പ്രതാപനും ഒക്കെ വേണ്ടി BJP-കാരാണെങ്കിൽ വീട് കയറി പ്രചാരണം നടക്കുന്നു എന്നൊക്കെ ചില വാർത്തകളുമുണ്ട്. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി തന്നെയാണ് എന്ന് BJP-യുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നുണ്ട്. ചില വേദികളിൽ തന്നെ അത്തരത്തിൽ തുറന്ന സമീപനവുമുണ്ട്. ടി എൻ പ്രതാപൻ നിലവിലുള്ള MP ആണ്. കോൺഗ്രസിന് നല്ല വോട്ട് ബാങ്ക് ഉള്ള മണ്ഡലമാണ്. വി എസ് സുനിൽകുമാറിനെ സുനിലേട്ടൻ ഒരു വോട്ട് എന്ന തരത്തിലാണ് തൃശ്ശൂർക്കാരുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വളരെ സാംസ്കാരിക പരിപാടികളിലെല്ലാം നിറസാന്നിധ്യമായ തൃശ്ശൂരിന്റെ ഒരു തനത് സ്വഭാവമൊക്കെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെയും അവിടെ പ്ലേസ് ചെയ്യുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ രണ്ടുപേരുമായി ഒരു രാഷ്ട്രീയ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ അങ്ങ് പറഞ്ഞ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹം ആ മണ്ഡലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്? അമേഠിയിൽ റായ്ബറേലിയിൽ ഇതായിരുന്നല്ലോ സ്ഥിതി. നെഹ്റു കുടുംബമല്ലാതെ വേറെ ഒരാൾക്ക് അവിടേക്ക് നോക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അമേഠിയിൽ നിന്ന് ഓടി ഒളിച്ചത് എന്തിനാ? ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ജനങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് ചിന്തിക്കുന്നതല്ല. ജനങ്ങൾ ഓരോ ദിവസവും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങളുടെ മറുപടി പറഞ്ഞോട്ടെ, ഇടയിൽ ഇടപെടല്ലേ പ്ലീസ്. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ടി എൻ പ്രതാപനാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം രംഗത്ത് കൊണ്ടുവന്നത്. എനിക്കെതിരെ ഏതെങ്കിലും ഒരു തെളിവ്, ഞാൻ പോപ്പുലർ ഫ്രണ്ടുകാരുമായി ബന്ധപ്പെട്ട ഒരു തെളിവുണ്ടെങ്കിൽ ധൈര്യമുണ്ടോ, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിനെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത് ടി എൻ പ്രതാപനാണ് തൃശ്ശൂരിലെ പത്രസമ്മേളനത്തിൽ. അന്നാണ് ഞാനാണ് ടി എൻ പ്രതാപൻ ഈ പുൽന നൗഷാദിനെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ വ്യാപകമായ പ്രചരണം, അവരുടെ വീട്ടുകാരടക്കം ഉണ്ടാക്കിയ പ്രചരണം, എൻ്റെ കയ്യിൽ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയയുടെ സാധനമുണ്ട്. അതിനുശേഷം ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ഇവരുടെ വീട്ടിൽ ജില്ലാ PF ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടത്തി അവിടെ വച്ച് തേജസിൻ്റെ വരിക്കാരനായി അത് ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഫോട്ടോ അടക്കമാണ് ഞാൻ അത് വെളിയിൽ കൊണ്ടുവന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇപ്പുറത്തിരിക്കുന്നത് ടി എൻ പ്രതാപൻ്റെ വക്കീലാണല്ലോ. ഞാൻ വെല്ലുവിളിക്കുക, ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ അയക്ക്. ഞാൻ ഇപ്പോൾ നേരിട്ട് വെല്ലുവിളിക്കുക, ധൈര്യം ഉണ്ടായേക്ക്. ഞാനതിൻ്റെ സകല രേഖ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത് രംഗത്ത് കൊണ്ടുവന്നതാരാ? അദ്ദേഹം തന്നെയാണ്, ഞങ്ങളാരും അല്ല. രണ്ടാമത്തെ കാര്യം, ടി എൻ പ്രതാപൻ സംഘപരിവാറിനെതിരെ പാർലമെൻറ്റിൽ സസ്പെൻഡ് ചെയ്തു. എൻ്റെ പൊന്നു ചങ്ങാതിയെ, നിങ്ങളെ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടത് ഈ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്ന് സ്പീക്കറുടെ മുഖത്തേക്ക് കടലാസ് വലിച്ചെറിയാനല്ല. പാർലമെൻ്റ് ഒരു ചന്തയല്ല, കേരള നിയമസഭ പോലെ. കേരള നിയമസഭയിൽ ഉടുതുണി ഉരിഞ്ഞിട്ടുള്ള ആട്ടം എല്ലാ പ്രാവശ്യം നടക്കാറുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ കടലാസ് വലിച്ചെറിയുക, പ്ലേക്കാർഡ് ഉയർത്തുക, ചാടി കയറുക, അപ്പോൾ സസ്പെൻഡ് ചെയ്തു. എൻ്റെ ചോദ്യം ഒന്നാണ്, വോട്ട് ചെയ്ത് ജനങ്ങൾ ജയിപ്പിച്ചതല്ലേ? ഒരെണ്ണം ഈ തൃശ്ശൂരിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരെണ്ണം ഈ മനുഷ്യന് പറയാൻ പറ്റുമോ? ഞാൻ പരസ്യമായി ചോദിക്കുന്നത്, പ്രതാപൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ സംസാരിച്ചിട്ട് ഈ തൃശ്ശൂരിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു കാര്യം സംസാരിച്ച് ഡെവലപ്പ് ചെയ്തതിന് ഒരെണ്ണം പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്തിനാണ് ആ ഗുരുവായൂരിൽ മേൽപ്പാലത്തിൻ്റെ വിഷയം ഉണ്ടായി, അദ്ദേഹം ഇടപെടണമെന്ന് പലരും പറഞ്ഞു. ഇടപെട്ടത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ ഇപ്പം ചാടിക്കയറിയിട്ട് ഞാൻ അത് ചെയ്തു, ഞാൻ സ്കൂളിന് റൂമുണ്ടാക്കി കൊടുത്തു, ഞാൻ ആ വഴിക്ക് പോയപ്പോൾ റോഡ് കണ്ട് ഗട്ടറിൽ ഞാൻ കല്ലുകൊണ്ടിട്ടുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്ന് തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഇദ്ദേഹത്തെ വിട്ടത്. അദ്ദേഹം സംസാരിച്ചോ? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. പ്രതാപമില്ലാത്ത പ്രതാപനാണ് ഈ തൃശ്ശൂരിലെ MP. ഇനി എന്തു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സമയം കഴിഞ്ഞു പോയി. പിന്നെ റെജി ലൂക്കോസേ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ സുരേഷ് ഗോപിയെ ഭയപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് പുതിയ പുതിയ ആരോപണങ്ങളുമായി നിങ്ങൾ രംഗത്ത് വരുന്നത്. നിങ്ങളുടെ ഭയമാണത്. ഞങ്ങൾക്കിതിലൊന്നും ഒരു വിരോധവുമില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നന്മയുടെ പ്രതീകമാണ്, നന്മയുടെ പ്രതീകം. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കരുവന്നൂർ ബാങ്കിലെ പാവപ്പെട്ടവൻ്റെ ജീവൻ, എത്ര ജീവനാണ് ഇല്ലാണ്ടാക്കിയത്?
ആ കരുവന്നൂരിൽ അവിടെ ഇല്ലാതായ ജീവന് സുരേഷ് ഗോപി പോയിട്ടാണ് ആ കടബാധ്യത തീർക്കാൻ പോയത്. നിങ്ങളുടെ ഏതെങ്കിലും നേതാവ് പോയോ? അവിടുന്ന് ജയിച്ചു പോയൊരു മന്ത്രി എന്താ പറഞ്ഞെന്നറിയോ? നാവ് തുന്നിക്കെട്ടണം കരുവന്നൂരിലെ പാവപ്പെട്ടവരുടേന്ന്. നിങ്ങൾ പറയുന്നു ഞങ്ങൾ 17 സ്ഥലത്ത് ജയിക്കുമെന്ന്. ആദ്യം പോയിട്ട് ആ മാസപ്പടിയിൽ വീണ ചെയ്ത സേവനം എന്താണെന്ന് റെജി ലൂക്കോസ് പറ. എന്നിട്ട് മതി ഇവിടെ വന്നിരുന്നിട്ട് വോട്ട് ചോദിക്കാൻ. നാട് നാണംകെട്ട ഭരണം. അതാണ് കേരളത്തിലെ ഇന്നത്തെ പിണറായിയുടെ വിജയം ഭരണം. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ആര് ജയിച്ചാൽ എന്താണ്? ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് മോദി എതിർക്കാനല്ലേ? കാരണം ഇവർ ഈ ജമ്മത്തിന് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അതെല്ലാവർക്കും അറിയാം. ഇവിടെ അവതാരികയായിരിക്കുന്ന മാധുവിനടക്കം അറിയാം. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയി അവിടെ പോയിരുന്ന് ഈ മോദിയെ എതിർക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് വിവരമുണ്ട്. ഈ കേരളത്തിൽ വികസനം വേണമെങ്കിൽ BJP ജയിക്കണം, നന്മ വേണമെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം, കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ വിലയിരുത്തുന്നതോ നമ്മൾ കണ്ടറിഞ്ഞോ കാര്യങ്ങൾ അങ്ങനെ പ്രവചന സ്വഭാവത്തോടെ പറയുക എന്നുള്ളതല്ല ഒരു ചർച്ചയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ചോദ്യങ്ങളാണ്, ഉത്തരങ്ങളാണ്, അഭിപ്രായങ്ങളാണ്, വിലയിരുത്തലുകളാണ്. ഇടവേള, തിരിച്ചു വരാം. ചർച്ച അവസാന ഘട്ടത്തിലേക്ക്. അഡ്വക്കേറ്റ് വി ആർ അങ്ങേക്ക് മുൻപാകെ വ്യക്തിപരമായ ഒരു വെല്ലുവിളി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്താണ് മറുപടി? അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ചെറിയൊരു മറുപടി റെജി ലൂക്കോസിന് പറയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് പാർലമെന്റിൽ 134 MP-മാരെ സസ്പെൻഡ് ചെയ്തതൊന്നും വലിയ സംഭവമല്ല, കൂട്ടത്തിലൊരു സസ്പെൻഷൻ TM പ്രതാപനും കിട്ടിയെന്നാണ്. പക്ഷേ അബദ്ധത്തിൽ പോലും ആരിഫിന് സസ്പെൻഷൻ കിട്ടുന്നില്ല. ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ തവണയല്ല എന്ന് ഓർക്കണം. അന്ന് സംഭവിച്ചൊരു കൂട്ട സസ്പെൻഷനിൽ എത്ര തവണ എന്തൊക്കെ കാര്യത്തിന് TM പ്രതാപൻ സസ്പെൻഡ് ചെയ്തു എന്ന് നോക്കണം. അതിനൊക്കെ തള്ളി പറയുന്നതാണ് റെജി ലൂക്കോസിൻ്റെ നിലപാടെങ്കിൽ ഞാൻ അതിനോടൊന്നും പറയുന്നില്ല. ഇനി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, അദ്ദേഹം ഒരു വളരെ വലിയ കാര്യം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്താ? പോപ്പുലർ ഫ്രണ്ടുമായി TN പ്രതാപൻ MP-ക്ക് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം എന്താ? അദ്ദേഹം വലിയൊരു ആനക്കാര്യമായി പറയുന്നത് തേജസ് മാസിക എന്ന് പറയുന്ന ഇവരുടെ ഒരു മുഖമാസിക TM പ്രതാപൻ്റെ MP ഓഫീസിലേക്ക് കടന്നു വന്ന ആളുകൾ വരി ചേർത്തതാണ്. അതൊരു രഹസ്യ യോഗമൊന്നുമല്ല. വളരെ പരസ്യമായി ഒരു സ്ഥല MP-യുടെ വീട്ടിലേക്ക് ഇവിടെ ആളുകൾ കടന്നു വന്ന് വരി ചേർക്കുകയാണ്. അത് അന്ന് തന്നെ ഫേസ്ബുക്കിലിട്ട സംഭവമാണ്. അല്ലാതെ രഹസ്യമായി ഒരു ഗൂഢാലോചന നടത്തി TM പ്രതാപൻ്റെ വീട്ടിൽ യോഗം ചേർന്നെന്നൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുന്നതാ. അപ്പോൾ ദേശാഭിമാനിയുടെ വരി ചേർക്കാൻ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ വരുന്നതും വീക്ഷണത്തിൻ്റെ വരി അങ്ങോട്ട് ചേർക്കുന്നതും അതുപോലെ വ്യത്യസ്ത നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത നമ്മൾ എതിർക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുടെ വരി ചേർക്കാൻ വരുന്നത് സ്വീകരിക്കുന്നതൊന്നും പുതിയ കാര്യമല്ല. പക്ഷേ ആ പ്രത്യയശാസ്ത്രത്തോട് TM പ്രതാപൻ സ്വീകരിക്കുന്ന നിലപാടാണ്. പുന്നൻ നൗഷാദ് വാദം ഉണ്ടായ സമയത്ത് അങ്ങനെ ഓരോ ഘട്ടത്തിലും TM പ്രതാപൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ TM പ്രതാപൻ ഓരോ ഘട്ടത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് വളരെ സജീവമായി കടക്കും മുമ്പ് തൃശൂർ മണ്ഡലം ഇങ്ങനെ പൂരത്തിനൊരുങ്ങി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് അതിന്റെ പ്രത്യേകമായ സവിശേഷമായ രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ട് അവിടെ മത്സരിക്കുന്നത് ആരൊക്കെ എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിലെ ഇത്തവണത്തെ താര മണ്ഡലം തൃശൂർ എന്നതിൽ സംശയമില്ലാതെയാകുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.